നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ചകിരിച്ചോറാണ്, ചകിരിച്ചോറ്. അപ്പോൾ ഇതില്ലേ, ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് വെറുതെ എന്താ പറയുക, പിന്നെ മഴയൊക്കെ ആയല്ലോ, നല്ല മഴയല്ലേ. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, വെയിലൊക്കെ ആയാലും ഏകദേശം ഇപ്പോൾ നല്ല ചൂടായില്ലേ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ കിടക്കുക. ഇത് ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട ഇങ്ങനെ പൊട്ടിച്ചാണ് എടുത്തത്. ഇതിങ്ങനെ പൊട്ടിച്ചാലും വരും, പക്ഷേ നമ്മൾ ഇതുണ്ടല്ലേ, ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഇങ്ങനെ പൊടിയാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഇവിടെ ഉണ്ടായിരുന്നൊരു 5 വുഡിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാനതൊന്ന് കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലേക്ക്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമ്മളിതാ ഈ ഒരു കട്ട ഇത് കുറച്ച് ഞാൻ ഈ ഒരു ഇത് വാങ്ങിയിട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളായിരുന്നു കേട്ടോ, ഈ ഒരു ഭാഗത്ത്. ഇത് പിടി ഞാൻ അപ്പോൾ ഞാൻ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം പൊട്ടിക്കല വെള്ളം ഒഴിക്കട്ടെ. ഞാനിവിടെ ഇത് ആദ്യമായിട്ടാട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നനയ്ക്കേണ്ടത്, പൊടിച്ചിട്ടാണോ നനയ്ക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കട്ടയിലേക്ക് ഞാൻ എന്താക്കുന്ന കുറച്ച് വെള്ളമൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മെല്ലെ മെല്ലെ ആട്ടോ കുറച്ചായിട്ടോ പാർന്ന് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഞാനും മക്കളും കൂടി ഇതാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഇതേപോലെ വെള്ളമൊക്കെ നനച്ച് ഏകദേശം ഞങ്ങൾ പൊട്ടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഫൈബറിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എന്തായാലും പോവില്ല അതിൻ്റെ ഒരു പൊടിയൊന്നും. പിന്നെ നമ്മൾ ഇത് ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വാങ്ങിയത്. പിന്നെ ഞാൻ അത് എടുത്തതിൽ ചെറിയൊരു കഷ്ണം മാത്രമേ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അറിയാമല്ലോ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഈ ബ്ലാക്ക് സോൾജർ പുഴുക്കളെയൊക്കെ വളർത്തുമ്പോൾ എന്തായാലും അതിനെ നനയാതെ വെള്ളം നനയാതെയൊക്കെ വേണം നമ്മൾ അതിൻ്റെ ഒരു സ്ഥാനത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ആയിട്ട് നമ്മൾ ബ്ലാക്ക് സോൾജർ പുഴുക്കളൊന്നും വളർത്താറില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇതാക്കുന്ന ഇത് ഒന്ന് വെയിലത്ത് വെക്കുന്നുണ്ട്. ഇത് വെയിലത്തൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാക്കുന്ന കുറച്ച് വെയിലത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെയിലത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മളെ കോഴികളാണല്ലോ, കോഴികൾ പിന്നെ എന്ത് കിട്ടിയാലും ചകഞ്ഞ് തിന്നുകൊണ്ട് ഇതാക്കുന്ന കുറച്ച് പഴയ വലയും ഒക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് നോക്കി, പക്ഷെ വെള്ളമൊന്നും വറ്റുന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ടിട്ട് വേണമെന്ന് വേണം ഞാൻ ഈ ഒരു ഷാളിൻ്റെ അകത്ത് ഇതൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ഞാൻ ഉണക്കി എടുത്തത് കേട്ടോ. അറിയാലോ നമ്മുടെ പച്ചക്കറിയിലൊക്കെ നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചകിരിച്ചോറ്. എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശം എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അത് ഉണ്ടാക്കുന്നതന്നെ. അപ്പോൾ ഇതാക്കുന്ന ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണക്കി എടുത്ത ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഷാൾ കൊണ്ട് പിഴിഞ്ഞ് കുറഞ്ഞ സമയം പിടിച്ചു. ഷാൾ കൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരു 3-4 ദിവസം പിന്നെയും വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത ഒരു പൊടിയാണ് ഈ ഒരു പൊടി. നമ്മൾ വാങ്ങുമ്പോൾ ഒരു കട്ടയുണ്ടാവുക, കുറച്ചേ ഉള്ളും തോന്നും. പക്ഷെ നനച്ച് ഉണക്കി കഴിയുമ്പോഴാണ് ഒരുപാട് ഉണ്ടാവും കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റും, ചെയ്യാത്തവർക്ക് അത് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതാക്കുന്ന ഒരുപാട് പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്തിനാണ് ഉപകരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈകളെ നമ്മൾ ആ വേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും ഒരു അഴുകിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇതിനു മുമ്പ് ആദ്യത്തെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഞാൻ വേറൊരു ചകിരിപ്പൊടി ആണെങ്കിൽ കൂടിയിട്ട് വേറൊരു പൊടിയായിരുന്നു. ഇത് നമ്മൾ നമ്മളെ എന്താ പറയുക ചകിരിപ്പൊടി, നല്ല ചകിരിപ്പൊടിയാട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചാൽ എന്താ ഗുണം എന്നുള്ളത്, നമ്മളെ ഈ ഒരു വേസ്റ്റൊക്കെ ഇടുമ്പം അഴുകി കിടക്കും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പം എന്തായാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ഉണക്കി എടുത്തത് കേട്ടോ. ഇത് ഉണക്കി കഴിഞ്ഞപ്പം ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഇതാക്കുന്ന ഞാൻ ഇപ്പം അത്യാവശ്യം ഒരു നനവ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും, പക്ഷെ നനവൊന്നുമില്ല, വെള്ളത്തിൻ്റെ യാതൊരു അംശവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എന്താ വലിയൊരു ടിന്നിലാക്കിയിട്ട് വേറെ നമ്മൾ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അറിയാമല്ലോ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്നതനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. നമ്മൾ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഈ ബ്ലാക്ക് സോൾജർ പുഴുക്കളൊക്കെ എല്ലാവരും ഇപ്പോൾ വളർത്തുന്നുണ്ട് കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളിയാട്ടോ, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സോൾജർ പുഴുക്കളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറച്ച് ദിവസം എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്താ പറയുക, നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടെടുത്തല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ.
അപ്പോൾ എന്തായാലും ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ ബ്ലാക്ക് സോൾജർ പുഴുക്കളെയൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എന്തായാലും ഇത് കുറഞ്ഞൊരു റേറ്റേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചകിരിപ്പൊടിക്ക് 150 രൂപയാന്ന് തോന്നുന്നത്. ഒരു അത്യാവശ്യം വലിയൊരു കട്ടയാട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിൽ, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത്. പിന്നെ കോഴികളൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ബ്ലാക്ക് സോൾജർ പുഴുക്കളെ ഞാൻ എന്തായാലും കാണിച്ചു തരും. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും അടുത്തൊരു വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നതിനെ കൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.